ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ഒരു ചിക്കൻ ബോൾസ് തയ്യാറാക്കാം. ചിക്കൻ ബോൾസ് തയ്യാറാക്കാൻ അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ ചേർത്ത് അരമണിക്കൂർ നമുക്ക് തിരുമ്മി യോജിപ്പിച്ച് വെക്കാം. അതിനുശേഷം നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് 4 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 4 വിസിൽ വന്ന് വേവിച്ചെടുത്ത ചിക്കൻ നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇട്ടതിന് ശേഷം അതിന് അകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, ഇതിനാവശ്യമായ ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി ചുമക്ക വഴന്ന് വരുന്നിടം വരെ നമുക്കിത് വഴറ്റിയെടുക്കുക. അതിനുശേഷം അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിനാവശ്യമായ കുരുമുളക് പൊടി, അല്പം മല്ലിയില ഇവ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ചേർക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം നമുക്കിതിൽ ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോഴാകുമ്പോൾ ഉപ്പില്ലെങ്കിൽ നമുക്കിതിനകത്തേക്ക് ഉപ്പ് ആവശ്യമുള്ളത് ചേർക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതിന് ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. ഇനി നമുക്കിത് തണുത്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്കിത് ചെറിയ ബോൾസായിട്ട് ഉരുട്ടി ബ്രെഡ് ക്രംസിൽ മുക്കി വെക്കാം. ഓരോ ബോൾസും ചെറുതായിട്ട് ഉരുട്ടി വെക്കണം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ചെറിയ ബോൾസായിട്ടാണ് വെക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഈ ബോൾസ് എല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയത് മുട്ടയിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തേച്ച് ബ്രെഡ് ക്രംസിലോട്ട് ഒന്നും കൂടെ മുക്കിയെടുക്കണം. ഇങ്ങനെ രണ്ടും ബ്രെഡ് ക്രംസിൽ ഇതിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിലോട്ടെടുത്ത് നമുക്കിത് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അധികം എണ്ണ ആവശ്യമില്ല, ശകല എണ്ണ മതി. അതിനകത്തോട്ട് നമുക്ക് ഈ ഉരുട്ടി വെച്ചേക്കുന്ന ഈ ബോൾസ് ഓരോന്നായി ഇടണം. ചെറിയ തീയിലിട്ട് ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. അധികം എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് സ്വാദിഷ്ടമായ ചിക്കൻ ബോൾസ് റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് കഴിക്കാം.